today's video about a YouTube tips. നമ്മൾ കുറേ നാളെ യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും നമ്മൾ അതുപോലൊരു യൂട്യൂബ് ടിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഇപ്പം തന്നെ മറന്നു പോകുന്നതിന് മുമ്പ് ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേ ചെയ്യാൻ മറക്കും. നിങ്ങൾ ചെയ്യില്ല. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ പേരും ചോദിക്കുന്നത് വാച്ച് അവർ ഇൻക്രീസിങ് ടിപ്സാണ്. എനിക്കൊത്തിരി വാച്ച് അവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഞാൻ ശ്രമിക്കുന്ന ആ ഒരു ടൈപ്പ് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുന്നുണ്ട്. ഭയങ്കര മാറ്റം വരും. നല്ല ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം സെറ്റാവും. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ സൂൺ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് വരുമ്പോൾ കിട്ടില്ല. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ ഇരുന്ന് കാണുക. ഇന്നത്തെ വീഡിയോ മോണിറ്റൈസേഷനെ പറ്റിയിട്ടാണ് കേട്ടോ. കുറേ പേർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. കുറേ പേരുടെ വിചാരം സ്റ്റാർട്ട് ചെയ്താൽ മതി, ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കയറിയാൽ മതി, എത്ര സബ്സ്ക്രൈബർ ആവണം, 100 സബ്സ്ക്രൈബർ ആവണം, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അതുപോലെ അറിയത്തില്ല. കുറേ പേര് ഈസിയാണെന്ന് വിചാരിക്കുന്നുണ്ട്, കുറേ പേര് ടഫാണെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓരോരുത്തരുടെയും ചിന്ത. ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞുതരും എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്താൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. 2 പാർട്ടായിട്ടാണുള്ളത് മോണിറ്റൈസേഷന്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. ഫസ്റ്റ് പാർട്ടെന്ന് പറയുമ്പോൾ ഹാഫ് മോണിറ്റൈസേഷനാണ്, സെക്കൻഡ് പാർട്ടാണ് ഫുൾ മോണിറ്റൈസേഷൻ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു 2 പാർട്ടായിട്ട് തന്നെ പറഞ്ഞുതരാം. ആദ്യത്തെ പാർട്ട് എന്താണെന്നോ, 500 സബ്സ്ക്രൈബേഴ്സ് വേണം. ഇതുപോലെ 3 ക്രൈറ്റീരിയാസ് ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സ് ആക്കണം എന്നുള്ളതാണ്. സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഉള്ളതിൽ സിമ്പിളായിട്ടുള്ള കാര്യം സബ്സ്ക്രൈബ് തന്നെയാണ്. പക്ഷെ ചിലർക്ക് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. എന്തായാലും ഫസ്റ്റ് 500 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതാണ്. അതിനെപ്പറ്റി ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് പഴയ വീഡിയോസ് ഇപ്പോൾ ആരും അങ്ങനെ കാണത്തില്ല. അപ്പോൾ അവർ വീണ്ടും പുതിയത് ചെയ്യാനായിരിക്കും പറയുന്നത്. ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാം. ഫസ്റ്റ് ക്രൈറ്റീരിയ 500 സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളതാണ്. നിങ്ങളത് നോക്കുക, നിങ്ങളുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ട്. പിന്നെ അടുത്ത ക്രൈറ്റീരിയാസ് ആണ് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ്, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പാടായിട്ടുള്ളത്. അത് 3000 വാച്ച് അവർ ആണ്. 3K വാച്ച് അവേഴ്സ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് ഷോർട്ട് വ്യൂസ് ആണ്. അത് കറക്റ്റ് 3 മില്യണോ അങ്ങനെ എത്രയോ മില്യൺ ഒക്കെ ആണ് വേണ്ടത്. കറക്റ്റ് അറിയില്ല. എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അത് വേറെ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞത്. ഷോർട്ട് വ്യൂസിൻ്റെ കാര്യം, വാച്ചേഴ്സ് കറക്റ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്, സബ്സ്ക്രൈബേഴ്സും കറക്റ്റാണ്. ഈ ഷോർട്സിൻ്റെ പബ്ലിക് ഷോർട്ട് വ്യൂസ് ആ ഒരേ ഒരെണ്ണം മാത്രമാണ് എൻ്റെ ഇതിൽ മാറി കിടക്കുന്നത്. എൻ്റേത് എത്രയോ 100K അങ്ങനെ എന്തൊക്കെയോ ആണ്. അതാണ് കറക്റ്റായിട്ട് അറിയില്ല. എങ്കിൽ എത്രയോ മില്യൺ ആവണം. അത് രണ്ടുമാണ് ഒരു ഹാഫ് മോണിറ്റൈസേഷൻ ഉള്ളത്. ഈ സൈഡിലായിട്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഇത് ഞാൻ ആഡ് ചെയ്യുന്ന സ്ക്രീൻഷോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്ന്. നിങ്ങൾ എന്തായാലും യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. എങ്കിലാണ് നിങ്ങൾക്ക് ഈ ചാനൽ അനലിസ്റ്റിക്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റൂ. അതിപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആ ഒരു ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു താഴെയായിട്ട് ഏറ്റവും ലാസ്റ്റ് ഏൺ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ആ പേജിലാണ് ഈ കാണിക്കുന്ന സ്ക്രീൻഷോട്ടൊക്കെ ഉള്ളത്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഡയറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങളത് എത്ര കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് അവിടെ കാണാൻ പറ്റും. ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഫുള്ളായിട്ടും കാണുക. ഇപ്പം നിങ്ങൾക്ക് ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊക്കെ കണ്ടാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇത്രയാണ് ഫസ്റ്റ് മോണിറ്റൈസേഷൻ്റെ കാര്യം. ഈ 4000 വാച്ച് അവർ അല്ലെങ്കിൽ പബ്ലിക് ഷോർട്ട് വ്യൂസ് ഇതൊക്കെ കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല. അതിനെപ്പറ്റിയും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു പോണത് ക്രൈറ്റീരിയസ് ആണ്. അപ്പം ആദ്യം ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞു, 500 സബ്സ്ക്രൈബേഴ്സ്, 3000 വാച്ച് അവർ, അതുപോലെ കറക്റ്റായിട്ട് ഏകദേശം ഒരു 3 മില്യണോ അങ്ങനെ എന്തോ ആണ് പബ്ലിക് ഷോർട്ട് വ്യൂസ്. അതാണ് നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ ഫുൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏൺ ചെയ്യുന്നതിനെ പറ്റിയും 1K വ്യൂസ് കിട്ടിയാൽ എത്ര ക്യാഷ് കിട്ടും, അങ്ങനത്തെ ഏണിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ എന്തായാലും ഫുൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയാസ് പറഞ്ഞുതരാം. 1K സബ്സ്ക്രൈബേഴ്സ് ആണ്, അതായത് 1000 സബ്സ്ക്രൈബേഴ്സ്. സോ 500 ആദ്യം നമ്മൾ ചെയ്യണം, പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മതി. ഇത് പിന്നെ എളുപ്പമുള്ള കാര്യമാണ്, ബാക്കിയൊക്കെയാണ് കുറച്ചും കൂടെ ടഫായിട്ടുള്ളത്. അപ്പം അടുത്തത് 3000 വാച്ച് അവേഴ്സിന് പകരം 4000 വാച്ച് അവർ ആണ്. എക്സ്ട്രാ 1000 വാച്ച് അവേഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മതി. അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ആയതിനു ശേഷമേ ഫുൾ മോണിറ്റൈസേഷൻ ആകുകയുള്ളല്ലോ. സോ ഹാഫ് ആകുമ്പോൾ തന്നെ നമുക്ക് 3000 വാച്ച് അവേഴ്സ് ആവും. പിന്നെ ബാക്കി 1000 കൂടി ചെയ്താലേ ഫുൾ മോണിറ്റൈസേഷൻ ആകുകയുള്ളൂ. സോ ഇനി പബ്ലിക് ഷോർട്ട് വ്യൂസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്ര 10 മില്യണോ അങ്ങനെ എന്തോ ആണ് വേണ്ടത്. ഇത് രണ്ടും ഈസി ആകുന്നവരുണ്ട്, പക്ഷേ ഇപ്പോൾ സ്മോൾ യൂട്യൂബേഴ്സിനെയൊക്കെ വെച്ച് ഇത് നല്ല ടഫാണ്. അതായത് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അത്ര സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല, പിന്നെയാണ് എല്ലാം സെറ്റായി വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ക്രൈറ്റീരിയാസ്. ഇനി ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. മാക്സിമം ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകാം, എനിക്ക് അങ്ങനെ ലാഗ് ആക്കുന്നത് ഇഷ്ടമല്ല. എന്തായാലും ഞാൻ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പബ്ലിക് ഷോർട്ട് വ്യൂസിൻ്റെ കാര്യം എടുക്കാം. പബ്ലിക് ഷോർട്ട് വ്യൂസ് എന്ന് പറയുമ്പോൾ ഈ 10 മില്യൺ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്സിൻ്റെ വ്യൂസ് അനുസരിച്ചാണ്. സോ നമ്മൾ യൂട്യൂബ് വീഡിയോസിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് അത്. ഇനി വാച്ച് അവേഴ്സ് 3K വാച്ച് അവർ 4K വാച്ച് അവർ അതൊക്കെ ലോങ് വീഡിയോ വഴിയാണ്. അപ്പം വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഷോർട്സിൻ്റെ വാച്ച് അവർ അവിടെ കൂട്ടത്തില്ല. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ഡാഷ്ബോർഡ് അവിടെ കാണും. അവിടെ കാണിക്കുന്ന വാച്ച് അവർ നമ്മുടെ ചാനലിൽ ടോട്ടൽ വാച്ച് അവറാണ്. അതായത് ഷോർട്സിൻ്റെ ലോങ് വീഡിയോസിൻ്റെ എല്ലാം കൂടിയുള്ള വാച്ച് അവറാണ്. അത് നമുക്ക് കുറേ കാണും. അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആൾക്കാർ എടാ എനിക്ക് ഇത്രയും വാച്ച് അവേഴ്സ് ആയി എന്നിട്ട് എന്നെ മോണിറ്റൈസ് ആവാത്തെന്നൊക്കെ പറഞ്ഞ്. അതല്ല നമ്മുടെ മോണിറ്റൈസേഷന് നോക്കുന്ന വാച്ച് അവർ ഏൺ പേജിലുള്ള വാച്ച് അവറാണ്. ഷോർട്സിന് നമുക്ക് പിന്നെയും കുറച്ചുകൂടെ വാച്ച് അവർ എടുക്കാൻ പറ്റും, പക്ഷേ ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവറാണ് മോണിറ്റൈസേഷൻ ആവശ്യം. ഇനി ഷോർട്സ് വഴിയാണ് നോക്കുന്നതെങ്കിൽ പബ്ലിക് ഷോർട്ട് വ്യൂസ് എന്ന് പറഞ്ഞ ആ ഒരു ഐറ്റമാണ്. അതുപോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. വോയിസ് ഞാൻ അല്ലാതെയാണ് കൊടുക്കുന്നത്. വീഡിയോ ഞാൻ എൻ്റേതായ രീതിയിൽ എടുത്താണ്. എല്ലാ തവണയും അങ്ങനെ ജേണൽ ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ടിപ്സും അങ്ങനത്തെ കാര്യങ്ങൾ, ട്രിക്സ് അങ്ങനത്തെ എല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. സോ ലോങ് വീഡിയോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റിൽ കൂടുതലാക്കുക. അതൊരു 8 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ 4 മിനിറ്റേലും കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ അത് നല്ലതാണ്. അപ്പം ഈ വാച്ച് അവേഴ്സ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ വീഡിയോസ് ഫുൾ കണ്ടിരിക്കുന്നത് വരെ ആ ഒരു രീതി കൊണ്ടാണ് വാച്ച് അവേഴ്സ് കിട്ടുന്നത്. സോ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂവേഴ്സിനെ അവിടെ പിടിച്ചിരുത്തണം. വീഡിയോ തീർന്നവരെ അവരെ അവിടെ ഇരുത്തണം. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യിപ്പിക്കണം. അത് ഹാഫ് മോണിറ്റൈസ് ആയാലേ ഹൈപ്പ് വരുള്ളൂ കേട്ടോ. അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, എങ്കിലേ നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ അങ്ങനെയൊക്കെ ഇടാം. നിങ്ങൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കാം, ക്ലിക്ക് ആവുന്ന ഒരു കണ്ടൻറ് ഉണ്ടാവും. അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നത്. ലോങ് വീഡിയോ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1K വ്യൂസ്, 10K ഒക്കെ കിട്ടിയാലും പിന്നെ അടുപ്പിച്ച് 1K 2K 3K അങ്ങനെ 10K അങ്ങനെ ആ ഒരു റേഞ്ച് കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ലോങ് വീഡിയോസ് വഴി. അപ്പം ഇങ്ങനെ ലോങ് വീഡിയോസ് നിങ്ങൾക്കിപ്പം ചിലപ്പോൾ എത്ര ലോങ് വീഡിയോസ് ചെയ്താലും വൈറലാവാത്തവരുണ്ട്. അതായത് 3-4 വർഷമൊക്കെ കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തായാലും ഒരു ഡേ അത് സെറ്റാകും. സോ നിങ്ങൾ വിഷമിക്കാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും അത് വരുന്നത്. എൻ്റെ വീഡിയോസ് നേരത്തെ തൊട്ടും കുറേ പേര് ഞാൻ പണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂട്യൂബ് ടിപ്സ് പറയുമ്പോൾ വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുപോലെ ന്യൂ വ്യൂവേഴ്സിനും യൂസ്ഫുൾ ആവാം. പിന്നെ ഷോർട്സിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷോർട്സ് ചെയ്താൽ ചിലർക്ക് വ്യൂസ് കിട്ടുന്നവരുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഷോർട്സിന് നല്ല വ്യൂസ് കിട്ടിയാൽ സെയിം ടൈമിൽ ഈ ലോങ് വീഡിയോ പോലെ തന്നെയാണ് ആ വ്യൂസ് കിട്ടിയ വീഡിയോ അപ്ലോഡ് ചെയ്താൽ സെയിം ടൈമിൽ പിന്നത്തെ ദിവസം അപ്ലോഡ് ചെയ്യുക. അങ്ങനെ സെറ്റാവും. അങ്ങനെ വ്യൂസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും, ഷോർട്സ് വഴിയും കിട്ടും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെയിം ടൈം തന്നെ നിങ്ങൾ അപ്ലോഡ് ആക്കാൻ നോക്കാം. ഇതാണ് ഷോർട്സ് വഴി എങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഷോർട്സിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് തംബ്നെയിലായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഷോർട്സ് ഇട്ട് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഷോർട്സിന് നല്ല വ്യൂസ് കിട്ടുമല്ലോ. ആ ഒരു ഷോർട്സിൻ്റെ ആ ഒരു മോഡലായിരിക്കും ബാക്കിയുള്ള ഷോർട്സൊക്കെ ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ലോങ് വീഡിയോസും ചെയ്യേണ്ടത്.
അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ അറിയാമെന്നാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ വേറെയും വാച്ചവേഴ്സിനെ പറ്റി പറയാനുള്ള വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.